എല്ലാവർക്കും നീതൂസ് ടിപ്സ് ആൻഡ് കറീസിന്റെ ക്രിസ്മസ് സീരീസിലെ 13ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ക്രിസ്മസ് തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ? അപ്പോൾ ടൈം കിട്ടുമ്പോൾ എൻ്റെ വീഡിയോസ് ഒക്കെ ഒന്ന് കാണണം കേട്ടോ. ഫീഡ്ബാക്സ് ഒക്കെ തരണേ. ഒത്തിരി നന്ദിയുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിന്. തുടർന്ന് സപ്പോർട്ട് വേണം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്ലം കേക്കും കൊണ്ടാട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ പ്ലം കേക്കാണ് ചെയ്തത്. നിങ്ങൾ വിചാരിക്കരുത് ഞാൻ എന്നും പ്ലം കേക്ക് ചെയ്യുന്നത്. എനിക്ക് കുറേ റിക്വസ്റ്റ് വന്നിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു പ്ലം കേക്കും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതായത് കുറേ പേര് ചോദിച്ചു ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒന്ന് ചെയ്യാമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ, മൈദ ഹെൽത്തി അല്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ ഉള്ളവർ കുറേ പേരുണ്ടല്ലോ, മൈദ കഴിക്കത്തില്ലാത്തവരൊക്കെ. അപ്പോൾ അവർക്കും കൂടെ പ്ലം കേക്ക് ചെയ്യണമല്ലോ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഗോതമ്പ് പൊടി വെച്ചൊരെണ്ണം ചെയ്യാമെന്ന്. അപ്പോൾ എനിക്ക് വേറെ റിക്വസ്റ്റുകൾ വന്നിരിക്കുന്നു, ഇൻസ്റ്റന്റ് ആയിട്ട് ഒരെണ്ണം ചെയ്യാമോ എന്ന്. അതായത് ഞാൻ വൈനിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടൊക്കെയാണല്ലോ പ്ലം കേക്ക് ചെയ്തത്. അത് അല്ലാതെ പെട്ടെന്ന് സോക്ക് ചെയ്യാത്തവരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റിയ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഗോതമ്പ് പൊടിയിൽ ഇൻസ്റ്റന്റ് ആയിട്ടൊരു പ്ലം കേക്ക് ചെയ്യാമെന്ന്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് പ്ലം കേക്കിന്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ, ഗോതമ്പ് പൊടിയിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പ്ലം കേക്കിന്റെ റെസിപ്പി. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഈ കേക്കിനെ പറ്റി 2-3 കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. അതും എനിക്ക് ഡൗട്ടുകളായിട്ട് ആൾക്കാർ ചോദിച്ച കാര്യമാണ്. ഒന്നാമത്തെ കാര്യം മുട്ട അടിക്കുന്ന കാര്യം. അപ്പോൾ മുട്ട അടിക്കുമ്പോൾ പലരും പറയുന്നു ഉളുമ്പ്, മുട്ടയുടെ ആ സ്മെല്ലൊക്കെ വരുന്നു എന്ന് പറയും. അപ്പം നമ്മൾ മുട്ടയിൽ അടിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് തന്നെ നമ്മൾ വാനില എസൻസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. വാനില എസൻസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മുട്ട ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്മെല്ല് വരത്തില്ല. പിന്നെ നമുക്ക് പലരും ചോദിച്ച കാര്യമാണ് മുട്ട നന്നായിട്ട് പതഞ്ഞു വരുന്നില്ല. മുട്ട പതഞ്ഞു വരാത്തതിൻ്റെ കാരണം നമ്മൾ എടുക്കുന്ന വിസ്കും ആ ബൗളും ഡ്രൈ ആയിട്ടിരിക്കണം. നല്ല ഡ്രൈ ആയിട്ടിരുന്നാൽ മാത്രമേ നമ്മൾ എടുക്കുന്ന മുട്ട നന്നായിട്ട് പതഞ്ഞു വരത്തുള്ളൂ. തന്നെയല്ല, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, കേക്കിന് നമ്മൾ ഒരിക്കലും ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത മുട്ട എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല. റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന മുട്ട തന്നെ നമ്മൾ എടുത്തിട്ട് ബീറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് അത് പതഞ്ഞെടുക്കുന്നത്. പിന്നെയുള്ള ഡൗട്ടാണ്, നമുക്ക് ഇടയ്ക്ക് ഈ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇടയ്ക്ക് അത് നമുക്ക് തുറന്ന് നോക്കാവോ എന്ന്. ഒരിക്കലും തുറന്ന് നോക്കരുത് കേട്ടോ. നമ്മളത് കേക്ക് ഒരു 1 hour ബേക്കിങ്ങിന് വെച്ചിരിക്കുന്ന കേക്കാണെങ്കിൽ നമ്മളൊരു 50 minute ഒക്കെ കഴിയുമ്പോൾ നമുക്ക് വേണേൽ ഒന്ന് തുറന്ന് നോക്കാം, വെന്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അല്ലാതെ അതിന് മുമ്പായിട്ട് ആരും തുറന്ന് നോക്കരുത്. തുറന്ന് നോക്കിയിട്ട് നമ്മുടെ കേക്ക് അത് മുകൾ ഭാഗം ചിലപ്പോൾ താഴ്ന്നു പോകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള 2-3 കാര്യങ്ങൾ ഈ കേക്കിന് കൂടെ പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ കുറേ കേക്കിൻ്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ പേരെന്നോട് ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ടായിരുന്നേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ, അഥവാ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ അടിപൊളി വീറ്റ് ഇൻസ്റ്റന്റ് പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് സോക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓറഞ്ച് ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസിലോ അല്ലെങ്കിൽ ഇത് ഗ്രേപ്പ് ജ്യൂസിലോ നിങ്ങൾക്ക് സോക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഡയറക്റ്റ് പിഴിഞ്ഞെടുക്കുക ഓറഞ്ചിൽ നിന്ന്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഗോൾഡൻ റേസിൻസ്, ഡേറ്റ്സ് ചെറുതായിട്ട് അരിഞ്ഞത്, ബ്ലാക്ക് റേസിൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, ക്രാൻബെറി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എടുത്തോളൂ കേട്ടോ. അത് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം 2 കപ്പുണ്ട്. നിങ്ങൾക്ക് മിനിമം 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എങ്കിലും നമ്മൾ പ്ലം കേക്കിൽ ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് വൈനിൽ സോക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പം ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാവരും ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ 1 മണിക്കൂർ നേരത്തേനെ സോക്ക് ചെയ്യാൻ വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് നാളെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റി ആകുന്നത്. പക്ഷേ നിങ്ങളിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം, വെളിയിൽ വെക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നാളെ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലോട്ട് വെക്കുക. അപ്പോൾ ഞാനിത് നമുക്ക് 1 മണിക്കൂർ ഇത് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. നമുക്ക് സോക്ക് ചെയ്യുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കുറച്ച് പഞ്ചസാര ക്യാരമലൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അടി കട്ടിയുള്ള പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഈ ചട്ടി ഒന്ന് വേവിച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പഞ്ചസാര ചെറുതായിട്ടൊന്ന് ഉരുകി വരും. ഉരുകി തുടങ്ങുന്ന സമയത്ത് നമുക്ക് തീ കുറച്ചിടണം കേട്ടോ. നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ പഞ്ചസാര ചെറുതായിട്ടൊന്ന് അലുത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. തീയും കുറച്ച് വയ്ക്കാം കേട്ടോ. പഞ്ചസാരയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്. നമുക്ക് നല്ല ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വരുന്നിടം വരെ നമുക്കിതൊന്ന് ക്യാരമലൈസ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ കേക്കിന് നല്ല ബ്രൗൺ കളർ കിട്ടുക കേട്ടോ. പക്ഷേ ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഇത് ബ്രൗൺ കളറാക്കി എടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഇതിന് കയ്പ്പ് രസം വരുവേ. ഇപ്പം നമ്മുടെ ക്യാരമലൈസ് സിറപ്പ് നല്ല പതഞ്ഞ് പുകയൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്ത് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്കിതിലേക്ക് 1/2 കപ്പ് തിളച്ച വെള്ളം ചേർക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് അതിന് ഒഴിച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ച് നമ്മുടെ കയ്യിലേക്കൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 1 മിനിറ്റ് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇതേപ്പോൾ ചൂടൊക്കെ ആറി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇപ്പോൾ ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ച 1/2 കപ്പ് തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ അധികം പൊട്ടിത്തെറിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് തീ ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഇത് തണുക്കാനായിട്ട് വെച്ച് കൊടുക്കാം. തണുക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാല പൊടിച്ചാണ് ചേർക്കുന്നത്. ഗ്രാമ്പു, പട്ട, ഏലക്ക, ജാതിക്ക ഇത്രയും പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ, 1 ടീസ്പൂണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിതിന് മുമ്പ് ചെയ്ത് പ്ലം കേക്ക് നോക്കിയാൽ അതിൽ കാണാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണിനും കുറവ് ഒരു 1/8 ടീസ്പൂൺ ഓഫ് ഷുഗറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നരിച്ചെടുക്കുകയാണ്. നമുക്കിതുപോലെ ഒരു 3 പ്രാവശ്യം നമുക്ക് നരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിന് നല്ല സോഫ്റ്റ്നെസ് വരുന്നത്. ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ട് വരാം. ഇതപ്പം ഞാൻ 3 പ്രാവശ്യം അരിച്ചെടുത്തു. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു സൈഡിലേക്ക് വെക്കാം. മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം നമുക്ക്. ഞാനിവിടെ വേറെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളാണ് കേട്ടോ. അതിലേക്ക് ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് 2 എണ്ണം ചേർക്കുന്നത്. ചെറിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3 എണ്ണം വരെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ 2 റൂം ടെമ്പറേച്ചറുള്ള മുട്ട ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണുള്ള വാനില എസൻസ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണ് പൈനാപ്പിൾ എസൻസ് ആണ് ചേർക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് പതഞ്ഞ് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു വൈറ്റിഷ് കളറാകുന്നിടം വരെ നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതപ്പോൾ കണ്ട നമ്മുടെ മുട്ട നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ. ഈ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചിട്ട് നിങ്ങൾ ചേർക്കാമെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പഞ്ചസാര അലിഞ്ഞ് വരും. ഇതിപ്പോൾ ഞാൻ പൊടിക്കാത്തതായതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം ബീറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് പഞ്ചസാര ഇതിലേക്ക് അലിഞ്ഞ് നല്ല ക്രീമി ടെക്സ്ചർ ആകുന്നതിന് വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാര ഒരു 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം, കുറേശ്ശെ കേട്ടോ. നിങ്ങൾക്ക് ഇതിലേക്ക് ബ്രൗൺ ഷുഗർ ചേർക്കണമെങ്കിൽ ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാൻ കുഴപ്പമില്ല കേട്ടോ. ഞാൻ സാധാരണ നോർമൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതായപ്പോൾ ഞാൻ നന്നായിട്ട് പഞ്ചസാരയും മുട്ടയും കൂടെ ബീറ്റ് ചെയ്ത് നല്ലൊരു ക്രീമി ടെക്സ്ചർ ആക്കി വെച്ചിട്ടുണ്ട്.
കണ്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾ ഓയിൽ, കോക്കനട്ട് ഓയിൽ അല്ലാത്ത ഏത് വെജിറ്റബിൾ ഓയിലും സ്മെല്ലില്ലാത്ത നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈവൻ ബട്ടർ ഉരുക്കിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ക്യാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് 1/2 കപ്പ് ഷുഗർ സിറപ്പ് ഉണ്ട് കേട്ടോ, ക്യാരമലൈസ്ഡ് ഷുഗർ സിറപ്പ്. ഇനി നമുക്കിതിലേക്ക് അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷമേ ചേർക്കാവുള്ളേ. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ മുട്ടയുടെ മിക്സും ഈ ക്യാരമലൈസ് ചെയ്ത ഷുഗർ സിറപ്പും എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ മുട്ടയുടെ മിക്സ് നല്ലൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആയിട്ട് വന്നിട്ട്. ഇനി നമുക്കൊരു തടിത്തവി മതി, വിസ്ക് വേണ്ട കേട്ടോ. തടിത്തവി ഉപയോഗിച്ച് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം. കുത്തി ഇളക്കരുത് കേട്ടോ, സോഫ്റ്റായിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡർ മെത്തേഡിൽ നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു 2-3 പ്രാവശ്യമായിട്ട് പൊടി ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്കിതിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഓറഞ്ച് ജ്യൂസ് സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഇതുപോലെ ഒരു അരിപ്പയിലൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഓറഞ്ച് ജ്യൂസൊക്കെ ഒന്ന് അരിച്ചിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമായിട്ട് എടുക്കണം. അപ്പോൾ അതുപോലെ ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് എക്സസ് ആയിട്ടുള്ള ജ്യൂസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ നന്നായിട്ട് സ്ക്യൂസ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു മൈദയുടെ കോട്ടിങ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബാറ്ററിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് അടിയിലേക്ക് താണു പോകാതിരിക്കും കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ മൈദയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഏകദേശം 1/2 കപ്പ് കാഷ്യൂനട്ട് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിതിലേക്ക് ബദാമൊക്കെ ചേർക്കാം കേട്ടോ, പിസ്തയോ എന്തുകൊണ്ടും ചേർക്കാം. ഞാൻ കാഷ്യൂനട്ടാണ് ചേർത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബാറ്റർ എടുത്തിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലിയുടെ ആ വൈറ്റ് പാർട്ട് ഒന്നും വരാൻ പാടില്ല. മുകളിൽ നിന്ന് മാത്രം പച്ച അല്ലെങ്കിൽ ഓറഞ്ച് കളറുള്ള ആ തൊലി മാത്രം അതൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സ്പാച്ചുല ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തവിയൊക്കെ ഒന്ന് തൂത്തെടുത്തിട്ട് ആ സൈഡിലത്തെയും കൂടെ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അതും കൂടി ഒന്ന് തൂത്തിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബാറ്റർ ഇനി ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ സൈഡിൽ നമ്മുടെ ബട്ടർ പേപ്പറൊക്കെ ഇട്ടപ്പോൾ സൈഡ് ഇച്ചിരി ഹൈറ്റിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ കേക്ക് കുറച്ച് ഹൈറ്റിൽ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ബേക്കിംഗ് ട്രേക്ക് കുറച്ച് ഹൈറ്റ് കുറവാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഹൈറ്റിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്ന ബട്ടർ പേപ്പർ കുറച്ച് ഹൈറ്റിലേക്ക് വെക്കുക. അപ്പോൾ ഇത് പൊങ്ങി വരുമ്പോൾ വെളിയിലേക്ക് പോകാണ്ടിരിക്കും നമ്മുടെ കേക്ക്. കൺസിസ്റ്റൻസി കണ്ടല്ലോ, അതായത് ഇത്രയും തിക്കിലാട്ടോ നമ്മുടെ ബാറ്റർ ഇരിക്കുന്നത് കേട്ടോ. പ്ലം കേക്കിന് ഇത്രയും തിക്കായിട്ടാണ് ബാറ്റർ വരേണ്ടത്. ഇപ്പം ഞാൻ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഒരു 15 ടൈംസ് എങ്കിലും നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മുകളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ എന്ത് വേണമെങ്കിലും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് ക്രാൻബെറിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. കേക്ക് ബേക്ക് ആയി വരുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 1.5 അവർ വരെ എടുക്കും കേട്ടോ. ഓരോരുത്തരുടെയും സ്റ്റൗവിൻ്റെ ഫ്ലെയിമിൻ്റെ അനുസരിച്ച് വ്യത്യാസം വരും. എനിക്കിവിടെ 1.25 മണിക്കൂർ എടുത്തു കേട്ടോ. അപ്പം ഓവനിലാണെങ്കിൽ 160 ഡിഗ്രിയിൽ 1 അവർ ഒക്കെ എടുക്കും. 1.25 മണിക്കൂർ വരെ എടുക്കും കേട്ടോ. ഇതായിപ്പോൾ നമ്മുടെ കേക്ക് വെച്ചിട്ട് 1.25 മണിക്കൂറായി. നമുക്ക് തുറന്ന് നോക്കാം. 1 മണിക്കൂറായപ്പോൾ ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ ശരിക്കും വെന്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ 15 മിനിറ്റ്സും കൂടെ വെച്ചതായിരുന്നു. ഇതായിപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ. ഇതിപ്പോൾ നമ്മുടെ കേക്ക് നല്ല തണുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം. കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കേക്കിന് നല്ല ബ്രൗൺ കളർ ആയതുകൊണ്ട് കേട്ടോ അടിയിൽ ഇത്രയും നിറം, അല്ലാതെ കരിഞ്ഞതല്ല കേട്ടോ. ഇതാ അപ്പോൾ നമ്മുടെ കേക്ക് നോക്കി എത്ര ഭംഗിയായിട്ടാണ് വന്നിട്ടുള്ളതെന്ന്. അടിപൊളി കേക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഹൈറ്റൊക്കെ ഉണ്ട് നമ്മുടെ കേക്കിന്. ഒരു 1 kgയുടെ കേക്കാണ് കേട്ടോ ഇത്. അപ്പം നമ്മുടെ കേക്ക് ഇതാ ഓപ്പൺ ഒക്കെ ചെയ്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ കേക്ക് കണ്ടോ, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കേക്കാണ്. കാണാൻ പറ്റുന്നില്ല, നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്നും താന്നൊന്നും പോട്ടില്ല. ടെക്സ്ചർ കളറും ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കണ്ടല്ലോ നമ്മുടെ കേക്ക് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ, എന്ത് ടേസ്റ്റാ. ഒന്നും കൂടെ നോക്കട്ടെ. അയ്യോ എത്ര ടേസ്റ്റാന്നറിയോ. സൂപ്പറാണേ. വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാ. നല്ല അടിപൊളി ടേസ്റ്റ്. ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നിങ്ങൾ പറയും ശരിക്കും ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതിലും നല്ല ടേസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതിലും കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. എനിക്ക് ഉറപ്പാണ്, എനിക്ക് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കില്ലേ. അപ്പോൾ അടുത്തൊരു കിഡിലെ വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.